ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. നീതി നടപ്പാക്കിയെന്ന് സമൂഹ മാധ്യമങ്ങളുടെ സേന അറിയിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രതയിലാണ് രാജ്യം. ഡൽഹിയിൽ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാനും അറിയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി വന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിസ്മയ ചേരുന്നു. വിസ്മയ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്? ദീപ്തി, ഇപ്പോൾ നമ്മൾ അതായത് നമ്മുടെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഈ പാകിസ്ഥാന്റെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു വൻ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് നൽകിയത്. എന്തായാലും ഇതിൽ നമ്മുടെ ഡൽഹിയിൽ തന്നെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ പല ചർച്ചകളും പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സമിതിയുടെ യോഗം രാവിലെ 11-ന് ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുതന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലായിരിക്കും ഈ യോഗം ചേരുക. ഈ ഒരു യോഗത്തിലായിരിക്കും നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും എന്താണ് ഇതിനെപ്പറ്റി ഇന്ത്യയിൽ ഇവർക്ക് പറയാനുണ്ടാവുക എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക നമ്മൾക്ക് എന്തായാലും ഈ ഒരു ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരിക്കും. എന്തായാലും ഇത് ഒരു 1:44 ആ ഒരു പുലർച്ചെ 1:44 കൂടിയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഒരു പോസ്റ്റ്, അതായത് അതിനുശേഷം ഇട്ടൊരു പോസ്റ്റിന് ശേഷമാണ്, അതായത് നടത്തിയതിന് ശേഷം ഇവരൊരു ട്വിറ്റർ പോസ്റ്റ് ഇടുകയും അതിനുശേഷമാണ് എല്ലാവരും ഈ ഒരു ആക്രമണത്തിനെ പറ്റി അറിയുന്നതും. എന്തായാലും ഇതിൽ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല, ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചിട്ടുള്ളത്. അതിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇവർ ആക്രമിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സുരക്ഷ, അതായത് ഇന്ത്യയിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലുകൾ ഇന്ത്യ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് വിമാനത്താവളത്തിൻ്റെ ഒരു കാര്യത്തിലാണെങ്കിൽ വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുകയാണ്. അതായത് എയർ ഇന്ത്യ ഇന്ന് രാവിലെ തന്നെ ഒരു ട്വിറ്റർ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അവരുടെ വിമാനത്താവളങ്ങൾ അടച്ച, വിമാനം റദ്ദാക്കിയ കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് ഈ വിമാനത്താവളങ്ങൾ ഇന്ന് 12 വരെ, ഇന്ന് ഉച്ച 12 വരെ ഈ വിമാനത്താവളങ്ങൾ അടച്ചിടും, അല്ലെങ്കിൽ വിമാനത്താവളങ്ങൾ അടച്ചിടും എന്ന് തന്നെയാണ് എയർ ഇന്ത്യ ഇട്ട ട്വിറ്റർ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു മുൻ കരുതൽ അല്ലെങ്കിൽ സുരക്ഷാ നീക്കം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. വിമാനത്താവളങ്ങൾ അടച്ചിടുക എന്നുള്ളത് തന്നെയാണ് ഇവർ ആദ്യം ഒരു സുരക്ഷാ നീക്കമായി എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കാൻ നമുക്ക് സാഹചര്യം ഉണ്ടാകുന്നതും ഈ ഒരു വിമാനത്താവളങ്ങളിൽ കൂടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന ഈ വിമാനത്താവളങ്ങളല്ലാതെ കൂടുതൽ രാജസ്ഥാൻ, പഞ്ചാബ് ഈ ഒരു വിമാനത്താവളങ്ങൾ കൂടെ അടക്കാനുള്ള സാധ്യതകൾ എന്തായാലും കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഈ ഒരു സമയം, അതായത് ഉച്ച 12 മണി വരെ എന്ന് പറയുന്ന സമയം നീട്ടാനുള്ള സാധ്യതയും ഏറെക്കുറെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രധാന കേന്ദ്രങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങളായ ഈ എംബസി അടക്കമുള്ള ഈ കേന്ദ്രങ്ങൾ, ഇവിടെ അതീവ സുരക്ഷ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു കേന്ദ്രങ്ങളിൽ, അതായത് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അതീവ സുരക്ഷ എന്തായാലും ഉറപ്പാക്കുകയാണ്. നമ്മുടെ ഈ ഒരു സാഹചര്യം, അതായത് നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം എന്താണ്, ഒരു തിരിച്ചടി നേരിടേണ്ട മുൻകരുതലുകളടക്കം എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ആക്രമണത്തിൻ്റെ അടക്കം മറ്റു വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഉറപ്പായിട്ടും ഈ ഒരു കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരിക്കും. അതായത് ഈ 11 മണിക്കാണ്, അതും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. നിലവിൽ പ്രധാനമന്ത്രിയുടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ കുറേ ആഹ്ലാദ പ്രകടനങ്ങൾ, അതായത് അവിടെ ഇന്ത്യയിൽ കുറേ ഇടങ്ങളിൽ തന്നെ ഈ ഒരു ആക്രമണം നടത്തിയതിന് ശേഷം പടക്കം പൊട്ടിച്ചും മറ്റും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചും അതുപോലെ ട്വിറ്റർ പോസ്റ്റിൽ കൂടിയും അങ്ങനെ പല രീതിക്ക് ജനങ്ങൾ അവരുടെ സന്തോഷം അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ എല്ലാവരുടെയും പോസ്റ്റുകളും, അതായത് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയാണ്. അതായത് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യയോട് അവരുടെ നന്ദി, അതായത് PM-നും പ്രധാനമന്ത്രിക്കും അങ്ങനെ അവരെ ജനങ്ങൾ നന്ദി അറിയിക്കുകയാണ് അവരുടെ പോസ്റ്റുകളിലൂടെ.
എന്തായാലും പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് മോക്ക് ഡ്രിൽ നടത്തുമെന്ന്, അതായത് നമ്മുടെ സംസ്ഥാനങ്ങളിലടക്കം കേരളത്തിലെ സംസ്ഥാനങ്ങളിലടക്കം മോക്ക് ഡ്രിൽ നടത്തുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മോക്ക് ഡ്രിൽ. ഈ ഒരു നിർദ്ദേശം നമുക്ക് ഇന്നലെ ലഭിച്ചതാണ്. മോക്ക് ഡ്രിൽ നടത്തുന്നതിൻ്റെ നിർദ്ദേശം ഇന്നലെ ലഭിച്ചതാണ്. ഈ ഒരു 4 മണിയോടുകൂടി ഉണ്ടാകുമെന്നുള്ളത്. എന്നിരുന്നാലും അത് എന്തുകൊണ്ടായിരുന്നു ഇന്നലെ ഒരു നിർദ്ദേശം ലഭിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലായെങ്കിലും ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മോക്ക് ഡ്രിലിൻ്റെ നിർദ്ദേശം എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് വൈകിട്ട് 4-നാണ് ഇവിടെ മോക്ക് ഡ്രിൽ, അതായത് കേരളത്തിലെ സംസ്ഥാനത്തിൽ മോക്ക് ഡ്രിൽ ഉണ്ടാവുക. ആ ഒരു മോക്ക് ഡ്രില്ലിലെ നിർദ്ദേശങ്ങളടക്കം എന്ന് പറയുന്നത് എങ്ങനെ പെട്ടെന്നൊരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് അതിജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു യുദ്ധത്തെ നേരിടാം എന്നുള്ളതാണ് ആ മോക്ക് ഡ്രില്ലിന്റെ നിർദ്ദേശങ്ങളിൽ കൂടിയും ഇവർ അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യയിൽ വളരെ സുരക്ഷാ മുൻകരുതലുകൾ അടക്കം ഇന്ത്യ വളരെ സൂക്ഷ്മമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സുരക്ഷാ മുൻകരുതലുകളും, അതായത് എല്ലാ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഇന്ത്യ നിലവിൽ എടുത്തിരിക്കുന്നു. ഇനിയും കൂടുതൽ വിവരങ്ങൾ, ഇതിൻ്റെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളും എല്ലാ കാര്യവും നമ്മൾക്ക് വഴി ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത്.